പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് മണി മാത്സ് വരെ എല്ലാം വളരെ വൃത്തിയായിട്ട് കറക്റ്റ് ചെയ്ത് പഠിച്ചിരിക്കുക നിങ്ങൾ അല്ലേ. മണി മാത്സ് വരെ മെഗാ ടെസ്റ്റ് അടക്കം കഴിഞ്ഞു, പ്രിപ്പയർ ചെയ്തൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഇനി നമുക്ക് 6th ചാപ്റ്റർ യൂണിറ്റ് ടെസ്റ്റ്, സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റിലേക്ക് 1 to 6 ചാപ്റ്റർ വരെയാണ് വേണ്ടത്. November 14th യൂണിറ്റ് ടെസ്റ്റ്, സെക്കൻഡ് മിഡ് ടേം എക്സാം. അതിന് വേണ്ട ഒരു ചാപ്റ്ററാണ് കൺസ്ട്രക്ഷൻസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. അപ്പോൾ ചാപ്റ്റർ 6ൻ്റെ പേര് എഴുതി വെക്കുക, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. കുറച്ചൊരു ലെങ്ത്തുള്ള ചാപ്റ്ററാണ്, കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ 1-2 കൺസ്ട്രക്ഷൻസ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസാക്കി പോകാനേ പറ്റുള്ളൂ. നമുക്കറിയാം ക്വാഡ്രിലാറ്ററൽസ്. വാട്ട് ഈസ് മീൻ ബൈ ക്വാഡ്രിലാറ്ററൽ? Quadrilateral is a four-sided closed figure. Quadrilateral is a four-sided closed figure. 4 sides, 4 angles ഒക്കെ ഉണ്ടെന്ന് അറിയാം. What are the different types of quadrilateral? അതും നമുക്കറിയാം. Different types of quadrilaterals are rectangle, square, parallelogram, rhombus, trapezium, isosceles trapezium, kite are the different types of quadrilaterals എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇനി അതിൻ്റെ ജസ്റ്റ് ഒരു നോട്ട്സൊക്കെ ഒന്ന് എഴുതി വെക്കുക. ആദ്യം ഫസ്റ്റ് പാർട്ട് കുറച്ച് നോട്ട്സ് എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ടൈപ്പ് ക്വാഡ്രിലാറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസ്ട്രക്ഷൻ, മറ്റ് നിങ്ങൾക്ക് പ്രൊജക്റ്റായിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ പ്രൊജക്റ്റായിട്ട് തരും, മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യും. ഫസ്റ്റ് എഴുതി വെക്കുക, ക്വാഡ്രിലാറ്ററൽ ഈസ് എ four-sided closed figure. Quadrilateral is a four-sided closed figure. Quadrilateral is a four-sided closed figure. Classification, അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ എഴുതുക, റെക്റ്റാങ്കിൾ. ഫസ്റ്റ് വൺ റെക്റ്റാങ്കിൾ. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അതിൻ്റെ ഫിഗറും വരയ്ക്കുക. റെക്റ്റാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതും, അതിനൊരു ഫിഗറും വരയ്ക്കുക. റെക്റ്റാങ്കിൾസ് എന്ന് എഴുതിയിട്ട് അതിനൊരു ഫിഗറും വരച്ച് വെക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി എഴുതുമ്പോൾ നമുക്ക് എല്ലാവരും സ്റ്റാർ ഇട്ട് എഴുതിക്കോളൂ. ഓരോ സ്റ്റാർ ഇട്ടിട്ട് ഓരോ പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങനെ എഴുതുക കേട്ടോ. സ്റ്റാർ ഇട്ടിട്ട് പ്രോപ്പർട്ടി എഴുതുക. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. സെക്കൻഡ് പ്രോപ്പർട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, സെക്കൻഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി, ഓൾ ആംഗിൾസ് റൈറ്റ്. ഓൾ ആംഗിൾസ് റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്ത് എന്നല്ല, റൈറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഓൾ ആംഗിൾസ് 90 ഡിഗ്രി റൈറ്റ്. അടുത്ത ഫോർത്ത് പ്രോപ്പർട്ടി, ഡയഗണൽസ് ഈക്വൽ. ഡയഗണൽസ് ഈക്വൽ ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ. ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ റെക്റ്റാങ്കിൾ സൈഡറ്റിങ് എഴുതി, റെക്റ്റാങ്കിളിൻ്റെ ഫിഗർ വരച്ചു. 5 പ്രോപ്പർട്ടീസ് ഞാൻ ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. റൈറ്റ് ദി പ്രോപ്പർട്ടീസ് ഓഫ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുമ്പോൾ ആ 5 പ്രോപ്പർട്ടീസ് 1 2 3 4 ആയിട്ട് നമ്മൾ എഴുതി പഠിച്ചിരിക്കണം, മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, ഓൾ ആംഗിൾസ് റൈറ്റ്, ഡയഗണൽസ് ഈക്വൽ, ഡയഗണൽ ബൈസെക്റ്റ് ഈച്ച് അതർ. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് ഫിഗർ സ്ക്വയർ എന്ന് എഴുതുക. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്താ മക്കളെ? സ്ക്വയർ. അതിൻ്റെ പേരെന്താണ്? സ്ക്വയർ. അപ്പോൾ സ്ക്വയറിന് എല്ലാവർക്കും അറിയാലോ, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. സ്ക്വയറൊക്കെ എന്താണെന്നല്ല എല്ലാവർക്കും അറിയാം. എന്നാലും ഫിഗർ വരയ്ക്കുക. പ്രോപ്പർട്ടി 1 സ്റ്റാർ ഇട്ടിട്ട് എഴുതുക. ഓൾ സൈഡ്സ് ഈക്വൽ. ഓൾ സൈഡ്സ് ഈക്വൽ. സെക്കൻഡ് പ്രോപ്പർട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. തേർഡ്, ഓൾ ആംഗിൾസ് റൈറ്റ്. ഓൾ ആംഗിൾസ് റൈറ്റ്. ഫോർത്ത്, ഡയഗണൽസ് ഈക്വൽ. ഡയഗണൽസ് ഈക്വൽ. ഫിഫ്ത്ത്, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ എന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സ്ക്വയർ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഓൾ സൈഡ്സ് ഈക്വൽ. സെക്കൻഡ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. തേർഡ്, ഓൾ ആംഗിൾസ് റൈറ്റ്. ഫോർത്ത്, ഡയഗണൽസ് ഈക്വൽ. ഫിഫ്ത്ത്, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇപ്പോൾ അവിടെ ഒരു ഡയഗണൽ,
ഈ ഡയഗണലും കൂടി ജോയിൻ ചെയ്ത് ഇവിടെ 90 ഡിഗ്രിയിൽ ബൈസെക്റ്റ് ചെയ്യുന്നതിനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ക്വാഡ്രിലാറ്ററൽ ഏതായിരുന്നു? സ്ക്വയർ. നോട്ട്സ് ഒക്കെ എഴുതി വെക്കണേ. സ്ക്വയർ പഠിച്ചു. അടുത്ത തേർഡ് എഴുതി വെക്കുക, പാരലലോഗ്രാം എന്ന് പറഞ്ഞാട്ടെ. പാരലലോഗ്രാം, PARALLELOGRAM, പാരലലോഗ്രാം. പ്രോപ്പർട്ടി 1 എഴുതുക, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. സെക്കൻഡ് പ്രോപ്പർട്ടി എഴുതുക, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. സെക്കൻഡ് പ്രോപ്പർട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. തേർഡ്, ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ. തേർഡ്, ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ. ഫോർത്ത്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഫോർത്ത്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഫിഫ്ത്ത്, സം ഓഫ് ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് 180 ഡിഗ്രി. സം ഓഫ് ദി ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് 180 ഡിഗ്രി. ഇപ്പോൾ ഫിഗർ എല്ലാവരും വരച്ചിരിക്കണേ. പാരലലോഗ്രത്തിൻ്റെ ഫിഗർ വരച്ചു വെച്ചു. പ്രോപ്പർട്ടീസ് 1, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. സെക്കൻഡ് പ്രോപ്പർട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. തേർഡ് പ്രോപ്പർട്ടി, ഡയഗണൽ ബൈസെക്റ്റ് ഈച്ച് അതർ. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല, ബൈസെക്റ്റ് ഈച്ച് അതർ. ഇത് ഈക്വൽ ആയിരിക്കും. ഈ ഹാഫും ഈക്വൽ ആയിരിക്കും. ബൈസെക്റ്റ് ഈച്ച് അതർ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. സം ഓഫ് ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് 180 ഡിഗ്രി. അതായത് ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ 180 ഡിഗ്രിയാണ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. അഡ്ജസൻ്റ് ആംഗിൾസ് ഒക്കെ സപ്ലിമെൻ്ററി ആണ്. 180 ഡിഗ്രിയാണ് വരിക. ഇതാണ് തേർഡ് ക്ലാസിഫിക്കേഷൻ ഫിഗർ. പാരലലോഗ്രാം. പാരലലോഗ്രാം എന്നാ പറയുക. നെക്സ്റ്റ് മക്കൾ എഴുതി വെച്ചോളൂ, റോംബസ്. RHOMBUS. റോംബസ്. ഒരു ഫിഗർ വരയ്ക്കുക റോംബസിന്. സ്ക്വയർ റോംബസ് ആട്ടോ. ഓൾ സ്ക്വയർ ഇസ് എ റോംബസ്, ബട്ട് ഓൾ റോംബസ് ഈസ് നോട്ട് എ സ്ക്വയർ എന്നാണ് പറയാം. സ്ക്വയർ റോംബസ് ആണ്, പക്ഷേ എല്ലാ റോംബസും എന്തല്ല, സ്ക്വയർ അല്ല. റോംബസിൽ എഴുതി വെക്കുക, ഓൾ സൈഡ്സ് ഈക്വൽ. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓൾ സൈഡ്സ് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ. ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. നേരത്തെ സ്ക്വയറിന് പഠിച്ച അതേ പ്രോപ്പർട്ടി. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പാരലോഗ്രത്തിൻ്റെ സെയിം പ്രോപ്പർട്ടി. സം ഓഫ് ആംഗിൾസ് ഓൺ സെയിം സൈഡ് 180 ഡിഗ്രി. നേരത്തെ പഠിച്ചിരിക്കുന്ന പോലെ സം ഓഫ് സെയിം സൈഡ്സ് ഓൺ ആംഗിൾ 180 ഡിഗ്രി. അഡ്ജസൻ്റ് ആംഗിൾസ് ഒക്കെ 180 ഡിഗ്രിയാണെന്നുള്ള പ്രോപ്പർട്ടി. സം ഓഫ് ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ റോംബസിൻ്റെ ഫിഗർ വരച്ചു. സ്റ്റാർ ഇട്ട് പ്രോപ്പർട്ടി എഴുതി വെക്കുക. ഓൾ സൈഡ്സ് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സം ഓഫ് ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഈസ് 180 ഡിഗ്രി. സം ഓഫ് ആംഗിൾസ് ഓൺ സെയിം സൈഡ് 180 ഡിഗ്രി. അപ്പോൾ സ്ക്വയർ, റെക്റ്റാങ്കിൾ കഴിഞ്ഞു, സ്ക്വയർ കഴിഞ്ഞു, പാരലലോഗ്രാം കഴിഞ്ഞു, റോംബസ് കഴിഞ്ഞു. അടുത്ത ഫിഫ്ത്ത് വൺ എഴുതിയേക്കുക, ട്രപ്പീസിയം. ഫിഫ്ത്ത് വൺ എഴുതിയേക്കുക ട്രപ്പീസിയം. സ്പെല്ലിംഗ് അറിയില്ലേ? TRAPEZIUM. ട്രപ്പീസിയം. ഒരു ഫിഗർ വരയ്ക്കുക. ട്രപ്പിസോയിഡൽ ഫിഗറിനാണ് ട്രപ്പീസിയം എന്നാണ് പറയുക. ട്രപ്പിസോയിഡൽ ഫിഗർ എഴുതിയേക്കുക. ഓൺലി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഓൺലി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഇത് രണ്ടും പാരലലാണ്. സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി. സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി. നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി. സം ഓഫ് ഈച്ച് നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി. സം ഓഫ് ഈച്ച് നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി.
അപ്പോൾ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയം ഈസ് എ ക്വാഡ്രിലാറ്ററൽ ആണ്, 4 സൈഡഡ് ഫിഗർ ആണ്, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്. ഇത് രണ്ടാണ് നോൺ പാരലൽ ആയിട്ട് വരുന്നത്, നോൺ പാരലൽ. ഇത് രണ്ടാണ് എന്ത്, നോൺ പാരലൽ ആയിട്ട് വരുന്നത്. സം ഓഫ് ദി ആംഗിൾസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് നോൺ പാരലൽ, ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും, നോൺ പാരലൽസിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും എന്നാണ് പറയുന്നത്, സപ്ലിമെൻ്ററി ആണ് എന്ന് പറയുന്നു. അടുത്തത് ഐസോസ്ലസ് ട്രപ്പീസിയം, ഐസോസ്ലസ് ട്രപ്പീസിയം, ഐസോസ്ലസ് ട്രപ്പീസിയം. അപ്പോൾ ട്രപ്പീസിയത്തിന് 2 ചെറിയ പ്രോപ്പർട്ടിയേ ഉള്ളൂ. എന്താ ട്രപ്പീസിയത്തിൻ്റെ പ്രോപ്പർട്ടി? ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി. നോൺ പാരലൽ സൈഡ്സിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾസ് ദിസ് ആംഗിൾ, ദിസ് ആംഗിൾ, ദിസ് ആംഗിൾ, ദിസ് ആംഗിൾ സപ്ലിമെൻ്ററി ആണ് 180. അടുത്തത് ഐസോ ചേർത്താൽ മതി അതിൻ്റെ അപ്പുറം, ഐസോസ്ലസ് ട്രപ്പീസിയം, ഐസോസ്ലസ് ട്രപ്പീസിയം. ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രോപ്പർട്ടി എഴുതി വെച്ചോളി. ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ, നോൺ പാരലൽ സൈഡ്സ് ഈക്വലാണ്, ഇത് രണ്ടും സെയിം ആയിരിക്കും, ഈ 2 സൈഡ് പാരലൽ ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. സെക്കൻഡ് പ്രോപ്പർട്ടി നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ, നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. തേർഡ് ഡയഗണൽസ് ആർ ഈക്വൽ, ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പറയുന്നത്, ഡയഗണൽസ് ആർ ഈക്വൽ. ഫോർത്ത് ആംഗിൾസ് ഓൺ ഈച്ച് പാരലൽ സൈഡ്സ് ഈക്വൽ, ആംഗിൾസ് ഓൺ ഈച്ച് പാരലൽ സൈഡ്സ്, ഈ 2 ആംഗിൾസും സെയിം ആയിരിക്കും, ആംഗിൾസ് ഓൺ ഈച്ച് പാരലൽ സൈഡ്സ് ഇത് രണ്ടും സെയിം ആയിരിക്കും. അടുത്തത് സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് നോൺ പാരലൽ സൈഡ്സ് 180, നേരത്തെ പഠിച്ചിരിക്കുന്നത് പോലെ സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് നോൺ പാരലൽ സൈഡ്സ് 180 ഡിഗ്രി സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഐസോസ്ലസ് ട്രപ്പീസിയംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രപ്പീസിയം ആണ്, നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് അവിടെ എഴുതി വെക്കേണ്ടത്. ഓൺലി 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ, ഡയഗണൽസ് ആർ ഈക്വൽ, ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് പാരലൽ സൈഡ്സ് ഈക്വൽ. ഈ ആംഗിളും സെയിം ആയിരിക്കും, ഈ ആംഗിളും സെയിം ആയിരിക്കും. നെക്സ്റ്റ് സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് നോൺ പാരലൽ സൈഡ്സ് 180, നോൺ പാരലൽ സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിളിൻ്റെ സമ്മ് 180 ആണ്. നോൺ പാരലൽ സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ സം എന്താണ്? 180 ആണ്. ഇത് രണ്ടും 180 ആയിരിക്കും, ഇത് രണ്ടും 180 ആണ്. നോൺ പാരലൽ സൈഡ്സ് ആണ് ഇതും സപ്ലിമെൻ്ററി ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഫിഗറിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ rectangle. What is mean by quadrilateral? Quadrilateral is a 4-sided closed figure. Then classification of quadrilateral: rectangle, square, parallelogram, rhombus, trapezium, isosceles trapezium. വേറൊരു സാധനം കൂടി ഉണ്ട്, കൈറ്റ്. നിങ്ങൾക്ക് വലിയ ആവശ്യമില്ല, കൈറ്റ് എന്ന് പറയും അല്ലേ, ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ കൈറ്റ് എന്ന് പറയും. കൈറ്റ് ഇങ്ങനെ വരുന്നൊരു സാധനമുണ്ട്. ഇത് രണ്ടും സെയിം ആയിരിക്കും, ഇത് രണ്ടും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് കൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് 6 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. 6 ടൈപ്സ് ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ? സ്ക്വയർ, റെക്റ്റാങ്കിൾ, റോംപസ്, പാരലലോഗ്രാം, ട്രപ്പീസിയം, ഐസോസ്ലസ് ട്രപ്പീസിയം. ഇതാണ് മെയിൻലി നമ്മളെ ഇൻട്രൊഡക്ഷൻ ഈ ചാപ്റ്ററിലുള്ള. എന്താണ് ക്വാഡ്രിലാറ്ററൽ, വാട്ട് ഇസ് മീൻ ബൈ ക്വാഡ്രിലാറ്ററൽ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. എ ക്വാഡ്രിലാറ്ററൽ ഈസ് എ 4-sided closed figure. There are different types of quadrilaterals are there. Then square, rectangle, parallelogram, rhombus, trapezium, isosceles trapezium and kite are the mainly types of quadrilaterals. ഇനി ഓരോന്നിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതി വെച്ചു. അത് നോട്ട്സിൽ എഴുതി ബൈഹാർട്ടായിട്ട് മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ടാക്കി പഠിക്കുക. ഇനി നമുക്ക് ആദ്യം ഇതിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ്, ഓരോ ഫിഗറിനെ ചൂസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് സ്ക്വയർ. സെഡിങ് എഴുതിയൊക്കെ കൺസ്ട്രക്ഷൻ ഓഫ് സ്ക്വയർ. ഞാൻ സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞുതരിക. അത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് അവിടെ നിന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ 1, 1-2 ടൈപ്പിലാണ് കൺസ്ട്രക്ഷൻ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. അതിലൊരു ടൈപ്പ്
ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ സൈഡ് ലെങ്ത്ത് തന്നാൽ എങ്ങനെ സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്യാം? അപ്പോൾ അതിനെ എല്ലാവർക്കും ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് കറക്റ്റ് ചെയ്താൽ നമുക്ക് ബോർഡിൽ കൊള്ളില്ല, അതുകൊണ്ടാണ് ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കാത്തത്. അപ്പോൾ എല്ലാവർക്കും അറിയാം 5 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാൻ. എല്ലാവർക്കും 5 സെൻറ്റിമീറ്ററിൽ ലൈൻ വരച്ചു അല്ലേ? ദെൻ സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ? ഓൾ സൈഡ്സ് ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് റൈറ്റ് ആണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒന്നൊക്കെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. ഒരു വെർട്ടെക്സിൽ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ കറക്റ്റ് പിടിക്കുക, 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക, 90 ഡിഗ്രിയിൽ അല്ലേ സെറ്റ് സ്ക്വയർ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ പൊട്രാക്ടർ യൂസ് ചെയ്യുക, 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക? 90 ഡിഗ്രി വരയ്ക്കാം. എന്തായിരിക്കണം? കറക്റ്റ് 90 ആയിരിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോയി. 5 സെൻറ്റിമീറ്റർ, ഡ്രോ എ ലൈൻ 5 സെൻറ്റിമീറ്റർ. ദെൻ ആംഗിൾ 90 ഡിഗ്രി, ഒരു വെർട്ടെക്സിൽ 90 ഡിഗ്രി വരച്ചു. പൊട്രാക്ടറോ കോമ്പസോ, പൊട്രാക്ടറൊക്കെ പിടിക്കാൻ അറിയില്ലേ? പൊട്രാക്ടർ എടുക്കാൻ അറിയില്ലേ? ഇതാ പൊട്രാക്ടർ വെച്ചിട്ട് കറക്റ്റ് 90 പിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഇവിടെയും കറക്റ്റ് 90യിൽ പിടിക്കാൻ അറിയാം. ഇൻസ്ട്രുമെൻറ്റ്സ് കാണിച്ചു തരിക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ 5 സെൻറ്റിമീറ്റർ, ഡ്രോ എ ലൈൻ 5 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് ആംഗിൾ 90 ഡിഗ്രി ഓൺ ബോത്ത് എൻഡ്സ് അല്ലെങ്കിൽ ബോത്ത് വേർട്ടെക്സ്. ദെൻ ടേക്ക് 5 സെൻറ്റിമീറ്റർ കോമ്പസ്. കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുക്കുക. ആ 5 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഒരാർക്ക് കട്ട് ചെയ്യലാണ് പരിപാടി. 5 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് ആർക്കിനെ കട്ട് ചെയ്യുക. എങ്ങനെ ആർക്കിനെ കട്ട് ചെയ്യുക? ആർക്ക് ഇവിടെ ഇപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 എടുത്തിട്ട് ഇവിടേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരാർക്കിനെ കട്ട് ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്? 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്. ഇവിടെയും 5 കട്ട് ചെയ്തു, ഇവിടെയും 5. ഇത് ജോയിൻ ചെയ്യുക. 5 5 5. അപ്പോൾ കൺസ്ട്രക്ഷൻ ആയല്ലോ. കൺസ്ട്രക്ഷൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്? സ്കെയില്, പ്രൊട്രാക്ടർ, കോമ്പസ്. ടൂൾസ് ഞാൻ പറയുന്നു അല്ലേ? ടൂൾസ് എല്ലാവരുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പെട്ടിയൊക്കെ എടുത്തിട്ട് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ ഡ്രോ എ 5 സെൻറ്റിമീറ്റർ യൂസിങ് റൂളർ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി അറിയാം. 7th ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ പഠിച്ചതാണ്. ദെൻ കോമ്പസിൽ 5 എടുത്തു. കട്ടാർക്ക് ആർക്ക് വെച്ച് കട്ട് ചെയ്യുന്നതിനാണ് കട്ടാർക്ക് എന്നാണ് പറയാം അല്ലേ? ഒരാർക്ക് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, കട്ടാർക്കായി. എന്നിട്ട് ജോയിൻ ചെയ്ത് വീഗറ്റ് എന്ത് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ സ്ക്വയർ കിട്ടി. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് തന്ന് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാലോ. എക്സാമ്പിൾ 2. ഡ്രോ എ സ്ക്വയർ ഓഫ് side 6.5 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 6.5 സെൻറ്റിമീറ്റർ. അപ്പോൾ പൊട്രാക്ടർ നമുക്ക് 90 ഡിഗ്രി വരയ്ക്കാൻ പൊട്രാക്ടർ യൂസ് ചെയ്യാം, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം, കോമ്പസും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും കേട്ടോ. കോമ്പസിന് യൂസ് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക്? ഇല്ല. ഒരു ലൈന് വരച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? കോമ്പസ് എടുത്ത് ഇവിടെയായിട്ട് കുത്തി പിടിക്കുക. ഇവിടേക്കും ഒരു ആർക്ക് വരച്ചു. വെറുതെ ഒരു ആർക്ക്, മെഷർമെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ആർക്ക്. കോമ്പസിൻ്റെ നീഡിൽ ഇവിടെ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് 2 ആർക്ക് ലൈനിൻ്റെ മുകളിൽ കട്ട് ചെയ്തു. കോമ്പസ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു പോയിൻ്റ് ഇവിടുന്ന് ഈ ആർക്കിൽ നിന്ന് ഒരാർക്ക് ഇങ്ങോട്ടും അതേ ആർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ട്. പെർപെൻഡിക്കുലർ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ 7th ചെറിയൊരു ഭാഗം എവിടെയെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. അത് 90 ഡിഗ്രി കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് മാത്രമുള്ള കോമ്പസാണ്, യൂസിങ് കോമ്പസാണ്. നമുക്കിപ്പോൾ തൽക്കാലം എന്ത് യൂസ് ചെയ്യാം? നമ്മളടുത്ത് ഉപകരണമുണ്ട്. എന്തുണ്ട്? പ്രൊട്രാക്ടർ ഉണ്ട്, സെറ്റ് സ്ക്വയർ ഉണ്ട്. ഇനി യൂസിങ് കോമ്പസ് ഓൺലി എന്നെങ്ങാനും കാലക്കേടിന് പറഞ്ഞാലാണ് ഞാൻ അതിനെ ഒരു കാര്യം പറഞ്ഞത്. ഒരു ലൈൻ സെഗ്മെൻറ്റ് പോയിൻ്റ് വെച്ച് ലെഫ്റ്റ് റൈറ്റ് ആർക്ക് കട്ട് ചെയ്ത് ദെൻ അനദർ ആർക്ക് കട്ടാർക്ക് ഈ ആർക്കിനെ കുത്തിയിട്ട് ആർക്ക് വരയ്ക്കുക. കട്ടാർക്ക് ഓക്കെ. ഇതാ ലൈൻ സെഗ്മെൻറ്റ്, പെൻസ് പോയിൻ്റ് ഇവിടെ വെച്ചു. കോമ്പസിൻ്റെ 2 ആർക്ക് കട്ട് ചെയ്തു ലൈനിൻ്റെ മുകളിൽ. കോമ്പസ് സ്പ്രെഡ് ചെയ്തു. ആർക്കിൽ നിന്ന്
എന്ത് ചെയ്തു, ഇവിടേക്ക് ഒരു ആർക്ക്, ഈ ആർക്കിൽ നിന്ന് ഇവിടേക്ക് ഒരു ആർക്ക്, രണ്ടിനും കട്ട് ചെയ്യണേ, സെയിം ആർക്കായിരിക്കണം. പെർപെൻഡിക്കുലർ ലൈൻ, ഇവിടേക്ക് പെർപെൻഡിക്കുലർ ലൈൻ. അത് പ്രാക്ടീസ് ചെയ്താൽ മതി. നല്ലോണം ഒന്ന് കോമ്പസൊക്കെ എടുത്തിട്ട്, ന്യൂസ് പ്രിൻ്റൊക്കെ എടുത്തിട്ട്, A4 ഷീറ്റൊക്കെ എടുത്തിട്ട് എഴുതി വരച്ചിട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സൈഡ് 6.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡ്രോ എ ലൈൻ 6.5 സെൻറ്റിമീറ്റർ. വൃത്തിയായിരിക്കണം, നീറ്റായിരിക്കണം, നോട്ട് ബുക്ക് തകർത്ത് നീറ്റ് അടിപൊളിയായിരിക്കണം. 6.5 സെൻറ്റിമീറ്റർ വരച്ചു. ഡ്രോ 90 ഡിഗ്രി ബോത്ത് സൈഡ്, ബോത്ത് എൻഡ് അല്ലേ, 90 ഡിഗ്രി വരച്ചു. യൂസിങ് കോമ്പസ്, യൂസിങ് പ്രൊട്രാക്ടർ, യൂസിങ് സെറ്റ് സ്ക്വയർ ഓർ യൂസിങ് എന്ത് കോമ്പസ്. ആവശ്യമുള്ളവർക്ക് കോമ്പസ് യൂസ് ചെയ്യാം. ഇപ്പം വേണ്ട, കോമ്പസ് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് അത് ചെയ്യേണ്ട. കോമ്പസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ലൈൻ ഇങ്ങോട്ട് നീട്ടണം, എന്നിട്ട് ഇവിടെയും ആർക്ക് വരയ്ക്കണം, ഇവിടെയും കട്ട് ചെയ്യണം. ഇങ്ങനെയാണ് കോമ്പസ് വെച്ചിട്ട് വരയ്ക്കുക. ഇത് കുറച്ചും ഇങ്ങോട്ട് നീട്ടണം, 2 ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കണം, സെയിം ആർക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യണം. അതാണ് പിടിക്കേണ്ടത് അല്ലേ. ഈ പോയിൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് 2 ആർക്ക്, ഈ പോയിൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് 2 ആർക്ക്, എന്നിട്ട് ഡിഫറെൻ്റ് ആർക്കിൽ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. പക്ഷെ അതൊന്നും ആവശ്യമില്ല, നമ്മൾ കോമ്പസ് യൂസ് ചെയ്യാതെ തന്നെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രി വരച്ചു. ഓക്കെ, ദെൻ 6.5 കോമ്പസിലെടുക്കുക. 6.5 കോമ്പസിലെടുത്തു. ഈ പോയിൻറ്റിൽ നിന്ന് ഒരു വേർട്ടെക്സിൽ നിന്ന് കട്ട് ചെയ്തു, അനദർ വേർട്ടെക്സിൽ നിന്ന് കട്ട് ചെയ്തു. ഓൾ സൈഡ്സ് 6.5, ഓൾ ആംഗിൾസ് 90 ഡിഗ്രി. ഞാൻ എത്ര നീറ്റാക്കി വരച്ചു നോക്കൂ, കണ്ടില്ലേ. ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. എന്താ ഇൻസ്ട്രുമെൻറ്റ്സ്? സ്കെയില്, കോമ്പസ്, പ്രൊട്രാക്ടർ. ഓക്കെ, അപ്പോൾ ഡ്രോ എ ലൈൻ 6.5 സെൻറ്റിമീറ്റർ, മാർക്ക് 2 ends 90 ഡിഗ്രി, ദെൻ ആർക്ക് 6.5 കട്ടാർക്ക്, 6.5 കട്ടാർക്ക്, ജോയിൻ, വി ഗെറ്റ് എ റിക്വയർഡ് സ്ക്വയർ. സ്ക്വയർ ഫോം ചെയ്തു. അപ്പോൾ സ്ക്വയർ, ഒരു ടൈപ്പിൽ സ്ക്വയർ കൺസ്ട്രക്ഷൻ പഠിച്ചു. സൈഡ്സ് തന്നാൽ സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്തു. ഇനി ടൈപ്പ് 2. ഇനി ഡയഗണൽ തരും, ലെങ്ത് ഓഫ് ഡയഗണൽ തന്നിട്ട് സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്യണം. ടൈപ്പ് 2, ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. സൈഡാണോ? അല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. 2 ടൈപ്പിലാണ് സ്ക്വയർ കൺസ്ട്രക്ഷൻ ഉള്ളത്. ഒന്ന് ലെങ്ത് ഓഫ് വൺ സൈഡ് തരും, 2 ലെങ്ത് ഓഫ് ഡയഗണൽ തരും. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ് നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. ഫസ്റ്റ് വൺ 5 സെൻറ്റിമീറ്റർ ഡ്രോ എ സ്ക്വയർ, ദ ലെങ്ത് ഓഫ് സൈഡ് 6.5 സെൻറ്റിമീറ്റർ, കൺസ്ട്രക്റ്റ് എ സ്ക്വയർ. ഇനി ടൈപ്പ് 2 ആണ്, ഡയഗണൽസ് തന്നിട്ട് ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഇഷ്ടമുള്ള മെഷർമെൻ്റ് ഒന്നുമില്ല, വെറുതെ ഒരു ലൈന്. ഇനി പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു എൻഡിൽ 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. 45 ഡിഗ്രി ഇവിടെ ഒരു എൻഡിൽ പിടിച്ചിട്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്ത് വെച്ചു. എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി വരച്ചു. 45 ഡിഗ്രി. ഈ ലെങ്ത്തിന് മെഷർമെൻ്റ് ഇല്ല, 45 ഡിഗ്രി മെഷർമെൻ്റ് ഉണ്ട്. ഡ്രോ 6 സെൻറ്റിമീറ്റർ. കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തു. കോമ്പസിൽ 6 എടുത്തിട്ട് ഈ സ്ലാൻറ്റഡ് ലൈൻ്റെ മുകളിൽ 6ൽ കട്ട് ചെയ്തു. 6 സെൻറ്റിമീറ്റർ. ഡയഗണൽസ് എപ്പോഴും സ്ലാൻറ്റഡ് ലൈൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഡയഗണലായിട്ട് വരുന്നു 6 സെൻറ്റിമീറ്റർ. ഡയഗണൽസിൽ 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു, കട്ട് ചെയ്തു. ആർക്ക് കട്ട് ചെയ്തു, കട്ടാർക്ക്. ദെൻ ഡ്രോ എ പെർപെൻഡിക്കുലർ. ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴത്തേക്ക് വരയ്ക്കണം. എങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുക? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്താൽ മതി അല്ലേ. ഇതാ കറക്റ്റ് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഈ ബേസ് ലൈനിന് കറക്റ്റ് പെർഫെക്റ്റ് പിടിച്ച് ഈ ലൈനിന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ കരച്ചു. 90 ഡിഗ്രി ആവണം, മസ്റ്റ് 90 ഡിഗ്രി ആവണം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഡ്രോ എനി ലൈൻ, ലെങ്ത് ഇല്ല. ദെൻ ഡ്രോ അനദർ സ്ലാൻറ്റഡ് ലൈൻ. ദെൻ ആംഗിൾ ബിറ്റ്വീൻ സൈഡ് ആൻഡ് സ്ലാൻറ്റഡ് ലൈൻ 45 ഡിഗ്രി. ദെൻ മാർക്ക് ദി പോയിൻ്റ് 6 ഓൺ സ്ലാൻറ്റഡ് ലൈൻ, 6 സെൻറ്റിമീറ്റർ ഓൺ സ്ലാൻറ്റഡ് ലൈൻ. കോമ്പസ് വെച്ച് മാർക്ക് ചെയ്തു.
ദെൻ ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ദാറ്റ് പോയിന്റ് ടു ബേസിലേക്ക് പെർപെൻഡിക്കുലർ കൺസ്ട്രക്ട് ചെയ്തു. ദിസ് ലെങ്ത് ഈസ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. ദിസ് ലെങ്ത് ഈസ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. ഈ ലെങ്ത് കോമ്പസിലെടുക്കുക. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഞാൻ കൈകൊണ്ട് വരച്ചാൽ നല്ല പെർപെൻഡിക്കുലറാണ് കിട്ടുക. ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കുന്നതിനെക്കാട്ടി സുഖം കൈകൊണ്ട് വരയ്ക്കുന്നത്. ദിസ് പെർപെൻഡിക്കുലർ ലെങ്ത് ആണ് സൈഡ് ഓഫ് ദി സ്ക്വയർ. കോമ്പസിലെടുത്ത് ഇവിടെ നിന്ന് ഒരു ആർക്ക് ഇങ്ങോട്ടും അതേ മെഷർമെൻ്റ് ഒരു ആർക്ക് ഇവിടേക്കും എന്ന് കിട്ടി. ഓൾ സൈഡ്സ്, സൈഡിൻ്റെ ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഡയഗണൽ എന്തായിട്ട് മാത്രം മതി, 6 സെൻറ്റിമീറ്റർ ആയാൽ മതി. ഡയഗണൽസ് 6 സെൻറ്റിമീറ്റർ ആയാൽ മതി. ഇപ്പോൾ കോമ്പസിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സംഭവം നല്ലതാ. ഇതിങ്ങോട്ട് കോമ്പസിലും കൂടെ എടുക്കുക ഉണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് ഇവിടെ വെച്ചിട്ട് ആ ആർക്കിനെ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. അതാണ് കോമ്പസിൽ എടുക്കുക എന്ന് ഉദ്ദേശിച്ച്. വേറെ ഒന്നല്ല മെഷർമെൻറ്റ്. ഈ ലെങ്ത്ത് ഒക്കെ സെയിം ആയിരിക്കും. ഇതെടുത്തിട്ട് ഇവിടെ വരെ കറക്റ്റ് കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് ഒരാർക്ക് ഇതിനെ കട്ട് ചെയ്യുക. ദാറ്റ് ഈസ് റിക്വയർഡ് സ്ക്വയർ ഓഫ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. റിക്വയർഡ് സ്ക്വയർ ഓഫ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ കിട്ടിയല്ലോ. അപ്പോൾ ടൈപ്പ് 2ലുള്ള ഒരു പ്രോബ്ലം ചെയ്തു. ഇനി ഒരു പ്രോബ്ലം കൂടി ടൈപ്പ് 2ൽ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ. എല്ലാത്തിലും 2 പ്രോബ്ലമാണ് ചെയ്യുക. 2 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 7 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 7 സെൻറ്റിമീറ്റർ. നമ്മൾ മൈൻഡിലേക്ക് ഓടിയെത്തി. 7 സെൻറ്റിമീറ്റർ ഡയഗണൽ ഓടിയെത്തി. ഒരു ലൈനായിട്ട് വരച്ചു. ഫസ്റ്റ് ഡ്രോ എ ലൈൻ, എനി മെഷർ, ആൻഡ് മാർക്ക് ആൻ ആംഗിൾ സ്ലാൻറ്റഡ് ലൈൻ 45 ഡിഗ്രി. 45 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തു. ദെൻ സൈഡ് സ്ലാൻറ്റഡ് ലൈൻ കട്ട് പോയിൻറ്റ് 7 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തു. ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം പോയിൻറ്റ് ടു ബേസ് 90 ഡിഗ്രി. യൂസിങ് കോമ്പസ് ദിസ് ലെങ്ത് ആർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആർക്ക് കട്ട് ചെയ്തു. ദാറ്റ് ഈസ് സൈഡ് ഓഫ് ദി ഡയഗണൽ ഓഫ് ദി സ്ക്വയർ 7 സെൻറ്റിമീറ്റർ. സൈഡ് ലെങ്ത് നിങ്ങൾക്ക് അളന്നാൽ കിട്ടത്തില്ല, സ്കെയിലിൽ കിട്ടൂല, അളവ് മിസ്റ്റേക്ക് അളവായിരിക്കും. കാരണം ഓൾ സൈഡ്സ് ഈക്വൽ ആണ്, സ്കെയിൽ മെഷർമെൻ്റ് ആയിരിക്കില്ല അത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡയഗണൽ ദ സ്ക്വയർ കൺസ്ട്രക്റ്റ് യൂസിങ് ഡയഗണൽ ആൻഡ് സ്ക്വയർ കൺസ്ട്രക്റ്റ് യൂസിങ് സൈഡ്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക്. അടിയിൽ എഴുതി വെച്ചേക്കുക. എ സ്ക്വയർ ക്യാൻ ബി ഡ്രോൺ. എ സ്ക്വയർ നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുക. A square can be drawn if the following measurements are given. If the following measures are given. If the following measures are given. First one, length of one side. Length of one side. Second one, length of the diagonal. Length of the diagonal. അപ്പോൾ 2 ടൈപ്പിൽ 2 ഫിഗർ നമ്മൾ വരച്ചു. ലെങ്ത് ഓഫ് സൈഡ് തന്ന് 2 സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. ലെങ്ത് ഓഫ് ഡയഗണൽ തന്ന് 2 സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാണ്, സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ലെങ്ത് ഓഫ് ഡയഗണൽ തന്നാൽ സർക്കിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. ലെങ്ത് ഓഫ് ഡയഗണൽ തന്നാൽ സർക്കിൾ. ഇപ്പോൾ ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. കൺസ്ട്രക്ഷൻ ഒരു ടൈപ്പും കൂടി കാണിച്ചു തരാണ്. സർക്കിളിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. 6ൻ്റെ ഹാഫ് എത്രയാണ് മക്കളെ? 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ കൺസ്ട്രക്ഷൻ നടത്തി. 3 സെൻറ്റിമീറ്റർ അല്ലേ. ദെൻ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ ഡയമീറ്റർ ഇങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്തു. ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ ഡയമീറ്റർ AC. ഡ്രോ അനദർ ഡയമീറ്റർ BD. പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാലോ. സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു ലൈന് ഡയമീറ്റർ കറക്റ്റ് വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി ആയിട്ട് 90 ഡിഗ്രി എടുക്കണമെന്നൊന്നുമില്ല, ഏകദേശം 90 ഡിഗ്രി ആയിട്ടാണ് വരിക. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യാം. ഈസി വാല്യൂ. ഇവിടെ 3 റേഡിയസ് 3 ഡയഗണൽ 6 3 ഡയഗണൽ 6. വെറുതെ ഒരു മെഷർമെൻറ്റ്. വളരെ ഈസി കൺസ്ട്രക്ഷൻ. ഈസി ആയിട്ട് സർക്കിളിലൂടെ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പിൽ ചെയ്യാം. യൂസിങ് സർക്കിൾ ചെയ്യാം,
അല്ലാതെ യൂസിങ് 45 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്തിട്ടും ചെയ്യാം. 2 ടൈപ്പ് പഠിച്ചു അല്ലേ? ഇനി ഒന്നുകൂടി ചെയ്യുക. അതിൽ തന്നെ ആ 7ൻ്റെതും കൂടി ഒന്ന് ചെയ്ത് നോക്കി. ഡ്രോ എ സ്ക്വയർ ഓഫ് ഡയഗണൽ 7 സെൻറ്റിമീറ്റർ യൂസിങ് സർക്കിൾ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഡയഗണൽ 7 സെൻറ്റിമീറ്റർ, ഹാഫ് ഓഫ് ദി ഡയഗണൽ 7/2 3.5. ഡ്രോ എ സർക്കിൾ റേഡിയസ് 3.5. ഡ്രോ പെർപെൻഡിക്കുലർ ഡയമീറ്റർ. സെൻറ്റർ ഇവിടെ എന്തായാലും കോമ്പസ് കുത്തുന്ന ഭാഗം ഉണ്ടാവും. സെൻറ്റർ അതിലൂടെ കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈനും കൂടെ വരച്ചാലാണ്. പെർപെൻഡിക്കുലർ അപ്രോക്സിമേറ്റ് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാം കേട്ടോ. ലൈന് ക്രോസ് ചെയ്യുന്നത് എല്ലാവർക്കും T ഒക്കെ വരയ്ക്കുന്നുണ്ടല്ലേ. ദെൻ ഇതിന് ജോയിൻ ചെയ്യുക. 3.5 ഡയഗണൽ 7 അല്ലേ. അപ്പോൾ 6 ടൈപ്പ് ഫിഗർ നമ്മൾ ചെയ്തു. 2 ഫിഗർ സൈഡ്സ് ഗിവൺ, 2 ഫിഗർ ഡയഗണൽസ് ഗിവൺ, 2 ഫിഗേഴ്സ് ഡയഗണൽ ഗിവൺ യൂസിങ് സർക്കിൾ ഡ്രോ എ സ്ക്വയർ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്? ചെറിയൊരു ടോപ്പിക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. വാട്ട് ഇസ് മീൻ ബൈ ക്വാഡ്രിലാറ്ററൽ? ക്വാഡ്രിലാറ്ററൽ ഈസ് എ 4-sided closed figure. There are many types of quadrilaterals are there. Rectangle, square, parallelogram, rhombus, trapezium, isosceles trapezium. Another one, kite. Then construction of square. First എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ പഠിച്ചു. Then first one, construction of square using sides are given. Sides തന്ന് പഠിച്ചു. Then construction of square using diagonals are given. Construction ചെയ്തു. Then using diagonals and construct a square inside the circle. സർക്കിളിൻ്റെ ഇൻസൈഡിൽ വരച്ചു. Done. അപ്പോൾ സ്ക്വയർ ചെയ്തു. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്, പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ 1-2 ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. പേജ് നമ്പർ 112 113 വരുന്ന ക്യാൻ യു ഡ്രോൺ ദീസ് പാറ്റേൺ സ്ക്വയേഴ്സ് ഇൻ യുവർ നോട്ട് ബുക്ക്. പാറ്റേൺ സ്ക്വയർ ഉണ്ട്, 1st 2nd 3rd പാറ്റേൺ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. അത് കൺസ്ട്രക്ഷനിൽ വരുന്നതല്ല, ശരിക്കും മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾ വരയ്ക്കുന്നതാണ്. ആ പാറ്റേൺ സ്ക്വയർ നിങ്ങൾ നോട്ടിൽ വർക്കൗട്ടായിട്ട് ചെയ്ത് വെക്കുക. ആക്ടിവിറ്റിയാണ്. പേജ് 112 113 വരുന്ന ക്യാൻ യു ഡ്രോ ദിസ് പാറ്റേൺ ഓഫ് എ സ്ക്വയർ ഇൻ യുവർ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1st 2nd 3rd അല്ലേ, ഒരു 2 സെൻറ്റിമീറ്ററിൽ 3 സ്ക്വയർ പാറ്റേൺ കാണാം. അതൊക്കെ മെഷർ എടുത്തിട്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. കൺസ്ട്രക്ഷൻസിൽ വരുന്ന സാധനം അല്ല അത്, അതൊരു സ്ക്വയർ പാറ്റേൺ കാണിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഒരു സ്ക്വയർ ഇവിടെ ഇങ്ങനെ തന്ന് അതിനെ കണക്ട് ചെയ്തിട്ട് വേറൊരു സ്ക്വയർ അങ്ങനെ അതിനെ കണക്ട് ചെയ്തിട്ട് വേറൊരു സ്ക്വയർ, അങ്ങനെ സ്ക്വയർ പാറ്റേൺ, അങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. അങ്ങനത്തെ ഒരു 3 കൺസ്ട്രക്ഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വെറുതെ നോട്ട് ബുക്കിൽ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുക. മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണാം മക്കളെ. വളരെ സിമ്പിളാണ്. ചെറിയ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്യാം. ഓക്കെ, എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. നന്ദി, നമസ്കാരം.